കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി. രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി. രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 8:30-യോടെയാണ് കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടത്. വീടിന് സമീപം വെച്ചാണ് സംഭവം. വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് ഭക്ഷണവുമായി പോയതായിരുന്നു ഇന്ദിര. തിരികെ മടങ്ങും വഴി അപ്രതീക്ഷിതമായി കാട്ടാന എത്തിയപ്പോൾ ഇന്ദിരയ്ക്ക് ഓടിമാറാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് കാട്ടാന ഇന്ദിരയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹവുമായി ബന്ധുക്കൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ നേര്യമംഗലത്ത് പ്രതിഷേധം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇന്നും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് നേര്യമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. ആഘോഷമേതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. ഫോൺ 04862222 314.